الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെയധികം ശ്രേഷ്ഠതയും മഹത്വവും കൽപ്പിക്കപ്പെടുന്നൊരു മാസത്തിലാണ് നാം ഓരോരുത്തരും കഴിയുന്നത്. ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾ തന്നോട് കാണിക്കേണ്ട സ്നേഹത്തെ അവൻ്റെ പ്രവാചകനോടുള്ള സ്നേഹവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ, അല്ലയോ നബിയെ താങ്കൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നാൽ യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരികയും ചെയ്യുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവനും കാരുണ്യവാനുമാണ്. എങ്ങനെയായിരിക്കണം തന്നോടുള്ള സ്നേഹം എന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇമാം ബുഖാരിയും മുസ്ലിമും വ്യത്യസ്ത വഴികളിലൂടെ ആ കാര്യം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾപ്പെട്ട ഒരാൾക്കും തങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും താൻ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളിൽപ്പെട്ട ഒരാളും യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല. ഇവിടെ തന്നോടുള്ള സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, നമുക്ക് ലോകത്തുള്ള പലതിനോടും സ്നേഹമുണ്ടാകാം. ആ സ്നേഹം തന്നെ വ്യത്യസ്തമാകാം. എന്തുമാകട്ടെ, താനാകണം ഏറ്റവും പ്രിയപ്പെട്ടതെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആൻ കൂടി പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറതുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഖുൽ ഇൻ കാന ആബാഉക്കും, ഖുൽ, അല്ലയോ നബിയെ താങ്കൾ പറയുക, ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാർ, വ അബ്നാഉക്കും, നിങ്ങളുടെ സന്താനങ്ങൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാർ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തും, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ മാന്ദ്യം സംഭവിക്കുമോ നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും, വ മസാകിനു തർദൗനഹാ, നിങ്ങളുടെ ഇഷ്ടഭവനവും, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായി തീർന്നാൽ, വ ജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായി തീർന്നാൽ, ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയെ പ്രതീക്ഷിച്ചു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം കാണിക്കുകയില്ല. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രിയങ്കരമായി തീർന്ന പലതും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സ്നേഹത്തിൻ്റെ മുമ്പിൽ ചെറുതാകണമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. 8ഓളം കാര്യങ്ങൾ
വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതിന് ശേഷം ആ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും നമ്മുടെ പരിഗണനയിൽ വരാൻ പാടില്ല. നമ്മുടെ പരിഗണനയിൽ വരേണ്ടത് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം മാത്രമാണെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥമായ രീതിയിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ ജീവിതം പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.